എല്ലാവർക്കും നമസ്കാരം. സൗന്ദര്യലഹരി പഠനം 61 ദിവസം. ഓം ശ്രീ മഹാദേവിയേ നമ. ശ്രീ മഹാത്രിപുരസുന്ദരിയേ നമ. ഓം ശ്രീ ആദിപരാശക്തിയേ നമ. സൗന്ദര്യലഹരി ശ്ലോകം 61. അസൗ നാസ വംശ തുഹിനഗിരിവംശ ധ്വജപടിത്വദീയ നേദീയ ഫലതു ഫലമസ്മാകമുചിതം വഹതി അന്തർമുക്ത ശിശിരകര നിശ്വാസഗളിതം സമൃദ്ധ്യായത് താസാം ബഹി അപി ച മുക്താ മണിധര. അസൗ നാസ വംശ തുഹിനഗിരിവംശ ധ്വജപടിത്വദീയ നേദീയ ഫലതു ഫലമസ്മാകം ഉചിതം വഹതി അന്തർമുക്ത ശിശിരകര നിശ്വാസഗളിതം സമർത്ഥ്യ യത് താസാം ബഹി അപി ച മുക്ത മണിധര. ഇവിടെ ദേവിയുടെ മൂക്കിനെ കുറിച്ചാണ് വർണ്ണിക്കുന്നത്. ഇവിടെ ദേവിയെ സംബോധന ചെയ്യുന്നത് അല്ലയോ ഹിമാചല കുലപതാകയായ പരമേശ്വരി. ഹിമാലയത്തിൻ്റെ കുലപതാകയായ പരമേശ്വരി, നിന്തിരുവടിയുടെ ഈ നാസികയാകുന്ന വംശദണ്ഡം, ദേവിയുടെ നാസിക എന്തിനെ പോലെയാണ്? മുളയെപ്പോലെയാണ്. വംശദണ്ഡം എന്ന് വെച്ചാൽ മുളങ്കോല്. ഞങ്ങൾക്ക് ഉചിതമായ അതിസമീപ ഫലത്തെ ഫലിപ്പിക്കട്ടെ. അതിസമീപ ഫലത്തെ എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ. അപ്പം ഞങ്ങൾ ദേവിയുടെ നാസികയെ അല്ലെങ്കിൽ മൂക്കിനെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ദേവിയുടെ മൂക്കിനെ, ആ മൂക്ക്, നാസികയാകുന്ന മൂക്ക്, ആ മുളന്തണ്ട് ഞങ്ങൾക്ക് ഉചിതമായ ഫലത്തെ വളരെ പെട്ടെന്ന് തരട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഫലം തരട്ടെ. ഈ വംശദണ്ഡം അന്തർഭാഗത്ത് മൗക്തികങ്ങളെ വഹിക്കുന്നു. ഈ വംശദണ്ഡം എന്ന് പറഞ്ഞാൽ ദേവിയുടെ മൂക്ക്. ദേവിയുടെ മൂക്കിൻ്റെ ഉള്ളിൽ എന്താണ്? മുത്തുകൾ നിറഞ്ഞതാണ്. ആ മുത്തുകൾ ധാരാളം രത്നങ്ങൾ അല്ലെങ്കിൽ മുത്തുകൾ ദേവി തൻ്റെ മൂക്കിൽ വഹിക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ അകത്ത് അവയുടെ സമൃദ്ധി നിമിത്തം ചന്ദ്രൻ്റെ നിശ്വാസത്താൽ വഴുതി വീണ മുത്തുമണിയെ വെളിയിലും ധരിക്കുന്നു. എന്തുകൊണ്ടാണ് അവിടെ മുത്തുകൾ ദേവിയുടെ മൂക്കിൽ മുത്താണ് എന്ന് പറയുന്നത്? അപ്പോൾ ആ മുത്തുകൾ, ദേവിയുടെ മൂക്കിനകത്തിരിക്കുന്ന മുത്തുകൾ നിറഞ്ഞ് തിങ്ങി ഇരിക്കുന്ന മുത്ത് ഒരു തണുത്ത ശ്വാസം, ചന്ദ്രൻ്റെ നിശ്വാസത്തിൽ നിന്നാണ് പറഞ്ഞത്. ചന്ദ്രൻ്റെ നിശ്വാസത്താൽ അത് വഴുതി വീണു. എങ്ങോട്ടാണ് വീണേ? അത് നാസികയുടെ മൂക്കിൻ തുമ്പത്ത് വന്നു. അതാണ് ദേവിയുടെ മുക്കുത്തി. അപ്പം ഈ വംശദണ്ഡം എന്ന് പറയുന്നത് മുളങ്കോലാണ്. മുളകളുടെ ഉള്ളിൽ മുത്തുകളുണ്ടെന്നാണ് പറയുന്നത്. വളരെ പ്രസിദ്ധമാണ്. മുളയ്ക്കകത്ത് എന്തോ ഉണ്ടത്? മുത്തുകൾ. അപ്പം ദേവിയുടെ ഈ ദേവിയുടെ ഈ മൂക്കാകുന്ന വംശദണ്ഡത്തിൻ്റെ അന്തർഭാഗത്തും ധാരാളം മുത്തുകൾ ഉള്ളതുകൊണ്ട് ഇടത്ത് നാസ്വാദ്വാരത്തിലൂടെ ചരിക്കുന്ന ചന്ദ്രൻ്റെ ശ്വാസത്താൽ ഒരു മുത്ത് പുറത്ത് തെറിച്ചു വന്നു. അത് ആ ഇടത്തെ നാസികാഗ്രത്തിൽ, ഇടത്തെ മൂക്കിൻ്റെ തുമ്പത്ത് വന്ന് സ്ഥിതി ചെയ്യുന്നു. അപ്പം ദേവിയുടെ ഇടത്തെ മൂക്കിൻ്റെ അറ്റത്ത് ധരിച്ചിരിക്കുന്ന മുക്കുത്തി, അതാണ് നാസാഭരണം എന്ന് പറയുന്നത്. ദേവിയുടെ വാമനാസികാഗ്രത്തിൽ ധരിച്ചിരിക്കുന്ന നാസാഭരണം എന്ന് പറഞ്ഞാൽ ആ നാസികയിൽ ധരിച്ചിരിക്കുന്ന ആഭരണം, അതാണ് ദേവിയുടെ മുക്കുത്തി. അപ്പോൾ ഇവിടെ ദേവിയുടെ മൂക്കിനെ ഒരു മുളങ്കോലായിട്ട് പറയുന്നു. അപ്പം ആ മുളങ്കോലിൽ എന്താണ്? മുളങ്കോലിൻ്റെ ഉള്ളിൽ നിറയെ മുത്തുകളാണ്. അതുപോലെ ദേവിയുടെ മൂക്കിനുള്ളിലും മുത്തുകളാണ്. ആ മുത്ത് അങ്ങനെ തിങ്ങി വിങ്ങി നിറഞ്ഞ് മുത്തുകളാണ്. അപ്പം ദേവിയുടെ മൂക്കിനുള്ളിൽ നിറയെ മുത്താണ് എന്ന് നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? ചന്ദ്രൻ്റെ നിശ്വാസത്താൽ ഇടത്ത് മൂക്കിൽ നിന്നും ഒരു മുത്തുമണി താഴെ വീണു. അപ്പം ആ മുത്തുമണി താഴെ വീഴാതെ എവിടെ തന്നെ വന്നു? അത് മൂക്കിന് പുറത്ത് വന്നു.
താഴെ വീണില്ല. മാവ് ചന്ദ്രൻ്റെ നിശ്വാസത്താൽ തെന്നി വഴുതി വീണ മുത്തുമണിയെ നാസികയുടെ വെളിയിൽ ധരിക്കുന്നു. അതാണ് ദേവിയുടെ മുക്കുത്തിയായി പറയുന്നത്. ഇവിടെ പറയുന്നത് ദേവിയുടെ മൂക്കിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ദേവിയുടെ മുത്തു നിറഞ്ഞ ഈ മൂക്കിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ മുളങ്കോല ഞങ്ങൾക്ക് വളരെ വേഗത്തിൽ ഉചിതമായ അനുഗ്രഹം തരട്ടെ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉചിതമായ ഫലം തരട്ടെ എന്നാണ് പറയുന്നത്. അസോ നാസാവംശ തുഹിനഗിരി വംശധ്വജപടി ത്വദീയോ നേദീയ ഫലതു ഫലമസ്മാകമുചിതം വഹത്യന്തർമുക്ത ശിശിരകര നിശ്വാസഗളിതം സമൃദ്ധ്യ യത്താസാം ബഹിരപിച്ച മുക്ത മണിധര. എല്ലാവർക്കും മഹാദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.